ത്രിയേക ദൈവത്തിന് സ്തുതി. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭമാണല്ലോ ഇത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇഫ് യു റൺ അലോൺ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. ഇഫ് യു റൺ വിത്ത് ഗോഡ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. ദൈവത്തോടുകൂടിയുള്ള നമ്മുടെ ജീവിത പ്രവർത്തന മേഖലകളാണ് ധന്യമായിത്തീരുന്നത്. വിദ്യാഭ്യാസ മേഖല 4 ഘടകങ്ങളെ പ്രധാനമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു. 1 വിദ്യാർത്ഥികൾ, 2 അധ്യാപകർ, 3 മാതാപിതാക്കൾ, 4 സമൂഹം. വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിലുള്ള ഭാവം വിനയം, സ്നേഹം, അനുസരണം, കഠിനാധ്വാനം. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയും അനുസരണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രക്രിയയിലാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി സമർപ്പിതരായി പുതിയ അധ്യയന വർഷം പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ കടമ ഒരുപാട് വലുതാണ്. ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ മാതാപിതാക്കളും പങ്കാളികളാകുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം അവർക്കും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ജീവിക്കുന്ന സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമൂഹത്തിൽ ഏറ്റവും സ്ഥായിയായിട്ടുള്ളത് മാറ്റങ്ങൾ മാത്രമാണ്. ഈ സമൂഹത്തിലെ ചലനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥപൂർണമായുള്ള വിദ്യാഭ്യാസ നിർവഹണത്തിന് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സാധ്യമായി തരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയോടൊപ്പം എത്താനുള്ള സഞ്ചാരത്തെയാണ് ജീവിതം എന്ന് പറയുന്നത്. ആ നന്മയിലേക്കുള്ള പ്രയാണമാണ് ഈ പുതിയ അധ്യയന വർഷം, ഒരു വർഷം പഠനത്തിലൂടെ തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ സാധ്യമായി തീരേണ്ടത്. അർത്ഥപൂർണമായുള്ള നന്മ നിറഞ്ഞ ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷം എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.